കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് അപരനായി CPM നേതാവ് തന്നെ വന്നിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പാടത്തോട് ലോക്കൽ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ജോർജാണ് നാമനിർദ്ദേശ പത്രിക കൊടുത്തത്. 2 അപരന്മാരാണ് ഫ്രാൻസിസ് ജോർജിന് കീറാമുട്ടിയായിരിക്കുന്നത്. ഒന്നല്ല 2 അപരന്മാരാണ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിന് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. കോട്ടയം കൂവപ്പള്ളി സ്വദേശി ഫ്രാൻസിസ് ജോർജാണ് UDFനെ ഇതിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. മറ്റൊരാൾ തൃശൂർ കേച്ചേരി സ്വദേശി ഫ്രാൻസിസ് ജോർജാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസമായ ഇന്നലെയാണ് രണ്ടുപേരും പത്രിക നൽകിയത്. അതീവ രഹസ്യമായിട്ടുള്ള നീക്കം ചെറുക്കാൻ അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയായ കെ ഫ്രാൻസിസ് ജോർജിനും സാധിച്ചില്ല. അപരന്മാരെ ഇറക്കിയതിന് പിന്നിൽ LDFന്റെ പരാജയ ഭീതിയാണെന്ന ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. എന്നാൽ LDF നേതൃത്വം ഇത് നിഷേധിച്ചു. ചിഹ്നം കൂടി ലഭിക്കാത്ത സാഹചര്യത്തിൽ അപരന്മാരുടെ ശല്യം UDFന് തലവേദനയാകും. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തി പത്രിക പിൻവലിപ്പിക്കാനുള്ള ശ്രമം UDF നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞു. ടോബി ജോൺസൺ, 24 കോട്ടയം. സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനൊപ്പം കോട്ടയത്ത് ടോബി ജോൺസൺ ഉണ്ട്. നമുക്കിപ്പോൾ അവർ ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് എന്താ പറയാനുള്ളത്? ചോദിക്കൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. എന്തായാലും സ്ഥാനാർത്ഥി തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, 2 ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന പേരിൽ അപരന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരാൾ പാറത്തോട് കൂവപ്പള്ളി കാഞ്ഞിരപ്പള്ളി CPM നേതാവ് കൂടിയാണെന്ന് അറിയുന്നു. എങ്ങനെയാണ് ഈ ഒരു അപരന്മാരെ നോക്കി കാണുന്നത്? ഞാൻ സാധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാറില്ല. അല്ലപ്പം അദ്ദേഹം എതിർ സ്ഥാനാർത്ഥികൾ ആരും ചെയ്തെന്ന് ഞാൻ പറയല്ല കേട്ടോ. ഞാനും PT തോമസും കൂടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ആദ്യം എത്തിച്ചേർന്നൊരു ധാരണ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളായിട്ട് അപരന്മാരെ നിർത്തും. ആരെങ്കിലും വന്ന് നിന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളായിട്ട് മനഃപൂർവ്വം ആരെയും ഒരു അപരനെ നിർത്തി ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് പോകരുത് എന്നുള്ളൊരു തീരുമാനമായിട്ട് ഞങ്ങൾ നിർത്തിയില്ല. അങ്ങനെ ആരെയും ഞങ്ങൾ അറിഞ്ഞു നിർത്തിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അദ്ദേഹം അറിഞ്ഞാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത് ഈ പറയുന്നത് പോലെ ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ CPM പാർട്ടി അറിയാതെ അങ്ങനെ നിൽക്കില്ലല്ലോ. അപ്പം അത് ശരിയല്ല. നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ ലോക്കൽ കമ്മിറ്റി അംഗം എന്ന് പറയുമ്പോൾ അവിടുത്തെ CPM പോലൊരു പാർട്ടിയിൽ അങ്ങനെ ആരും കയറി വെറുതെ ഒരു അച്ചടക്കമില്ലാതെ ഒന്നും അങ്ങനെ നിൽക്കില്ല, ധൈര്യപ്പെടില്ല അങ്ങനെ നിൽക്കാനായിട്ട്. സ്വാഭാവികമായും അങ്ങനെ അവരറിയാതെ നിന്നെങ്കിൽ ആ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കേണ്ടതാണ്. അവർ നടപടി സ്വീകരിക്കില്ലെന്ന് നോക്കാം. അങ്ങനെ നടപടി സ്വീകരിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അവർക്ക് മനസ്സറിവില്ല എന്ന് പറയും. സ്വീകരിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം നിന്നതാണെന്ന് മാത്രമേ നമുക്ക് ധരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ അതിനെയൊന്നും വലിയ സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഇതാര് നിന്നാലും എത്ര അപരൻ നിന്നാലും ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് UDFന്റെ നേതാക്കന്മാരും പ്രത്യേകിച്ച് ഞങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങി ഇന്നയാളാണ് UDFന്റെ സ്ഥാനാർത്ഥി, ഇന്നതാണ് UDFന്റെ ചിഹ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതൊന്നും വലിയ പ്രസക്തമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പരാജയ ഭീതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു നീക്കം. തീർച്ചയായിട്ടും അതല്ലോ, അത് ഒരു സംശയമില്ലല്ലോ. ഞാനിപ്പോൾ അതങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാതിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഇതൊരു അവസാനത്തെ ഒരു അടവ് എന്നുള്ള നിലയിൽ ആയിരിക്കണം ഈ ഒരു പരീക്ഷണം നടത്തുന്നത്. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തെ ഏത് രീതിയിലും അട്ടിമറിക്കുക എന്നുള്ളൊരു രീതി ചെയ്യുന്നത് അത് ശരിയല്ല, അതൊരു തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവരാണ് അതേക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇനിയും വിഡ്രോ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് മനസ്സറിവുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞു നിർദ്ദേശിച്ച് ആണ് നിർത്തിയിട്ടുള്ളതെങ്കിൽ അവരത് പിൻവലിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഓക്കെ, അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിന്നത് എങ്കിൽ അവരത് പിൻവലിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ അതിന് പിന്നിൽ CPM ആണ് അല്ലെങ്കിൽ LDF ആണ് എന്നുള്ള ഒരു വിവരം തന്നെയാണ്, അങ്ങനെ വിചാരിക്കേണ്ടി വരും എന്നാണ് ഫ്രാൻസിസ് ജോർജ് നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. രാജേഷ് PA പറയുന്നു, വാർത്തകൾ മുഖ്യമന്ത്രിക്കെതിരാണെങ്കിൽ ചെക്ക് ചെയ്യാതെ തന്നെ കൊടുത്തു കളയുമെന്നാണ് പറയുന്നത്. അതൊക്കെ താങ്കൾക്ക് തോന്നുന്നില്ല? ഒരു പ്രക്ഷേപണ മാധ്യമവും അങ്ങനെ ചെയ്യില്ല, എല്ലാ ചെക്കിങ്ങിനും വിധേയമാക്കും. ചെക്സ് ആൻഡ് ബാലൻസ് ഒരു വാർത്താ ചാനലിൻ്റെ വലിയ മുഖമാണെന്ന് താങ്കൾ മനസ്സിലാക്കുക. യദുകൃഷ്ണൻ പറയുന്നത്, സാറേ ഞാനും കോഫി ഉണ്ടാക്കാൻ റെഡിയാണ്, ഡൽഹിക്ക് പോരുന്ന ഒരു കോഫി കുടിക്കാൻ. ഒരുപാട് ആൾക്കാർ കോഫി ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവരെല്ലാം കോഫി കുടിക്കട്ടെ, ഞാനും അത് ഏറ്റെടുക്കുന്നു. ദിനേശ് ഹരിപ്പാട് പറഞ്ഞു, ഞാൻ സ്ഥിരമായി ആസാമിലേക്ക് വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യും. AC കോച്ചുകളിൽ പോലും വൃത്തിഹീനമാണ്, ശുചിമുറികൾ നോക്കാൻ പോലും കഴിയുന്നില്ല.
അപ്പം നമുക്ക് നമ്മുടെ ട്രെയിനുകളെല്ലാം വന്ദേ ഭാരത് പോലെ ആകുന്ന ഒരു കാലം വരണം എന്നാണ് ഈ അടുത്ത സമയം വന്ദേ ഭാരതിൽ സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മുടെ പല ട്രെയിനുകളും നമുക്ക് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് റെയിൽവേ തീർച്ചയായിട്ടും. അതേസമയം പല ട്രെയിനുകളും ഉത്തരേന്ത്യയിലൊക്കെ ഓടുന്നത് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.